ലാലേട്ടൻ അടിപൊളി, ഭീഷ്മപുരം അടിപൊളി, കൺഫേംഡ് ആണ് പടം. മിക്കവാറും ലോകേഷിന്റെ ഒരു സംഭവം അത് നോട്ട് ദ പോയിന്റ്. അത് 70 വയസ്സ് 73 വയസ്സ് പറയൂല, കാരണം ആ ഒരു പെർഫോമൻസ് കണ്ടാലേ. രാജ് ഷെട്ടിക്ക് എത്ര വയസ്സാണ്? 37 വയസ്സ്. പുള്ളി കാണാൻ ഇച്ചിരി ഉള്ളെങ്കിലും പുള്ളി ആ സ്ക്രീനിലോട്ട് വന്നു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ് അടിപൊളി. രോമം താന്നിട്ടില്ല. മിഥുൻ മാനുവൽ തോമസിന്റെ കഥയാണ്. 5-ാം പാതിരയെല്ലാം കണ്ടിട്ടുണ്ട്, ആടും എല്ലാം കണ്ടിട്ടുണ്ട്, നല്ല രസമായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും വെറൈറ്റി ആയിട്ടോ, ക്ലീശയൊന്നുമില്ല, നല്ല കാണാനെല്ലാം അടിപൊളിയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. മറ്റേ തെലുങ്ക് കന്നഡ സിനിമ അതുപോലെയൊന്നുമല്ല, മലയാള സിനിമയിലെ വേറൊരു ലെവലായിട്ടാണ് ഇവർ ആക്ഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ രസമാണ്, കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കണ്ട പടം കണ്ട? ഇല്ല, എനിക്ക് ശ്വാസം അത് നോട്ട് ദ പോയിന്റ്. അത് 70 വയസ്സ് 73 വയസ്സ് പറയൂല, കാരണം ആ ഒരു പെർഫോമൻസ് കണ്ടാലേ. രാജ് ഷെട്ടിക്ക് എത്ര വയസ്സാണ്? 37 വയസ്സ്. അയാളെക്കാരും അടിപൊളി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. കാരണം 70-73 വയസ്സൊന്നും പറയില്ല, കാരണം അടിപൊളി മാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീനാണ്, ക്ലൈമാക്സ് ഫൈറ്റ് സീൻ. അതൊന്നും പറഞ്ഞാൽ പോലും തീരൂല. എന്തെന്ന് പറഞ്ഞൂടാ, പറയുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി. കാരണം 40 വയസ്സ് പോലും പറയില്ല. ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു രക്ഷയില്ല, അഴിഞ്ഞാട്ടമൊന്നല്ല, അതിനപ്പുറമായിരുന്നു, സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല, പുള്ളി ഒരു രക്ഷയില്ല, സീനായിരുന്നു. അടിപൊളി പടമായിരുന്നു, അടിപൊളി ഫൈറ്റ് ഒക്കെ, നല്ല അടിപൊളി ഫൈറ്റ് ആയിരുന്നു. മമ്മൂട്ടി ക്ലാസ്. എങ്ങനെയുണ്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ? ആക്ഷൻ സീക്വൻസസ് വൈശാഖിന്റെ സ്ഥിര സിനിമകളുടെ പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മൊത്തത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി കാണാം നമ്മൾ പടം. മമ്മൂക്കയ്ക്ക് വേണ്ടിയല്ല, വൈശാഖിന് വേണ്ടി, മിഥുൻ മാനുവൽ തോമസിന് വേണ്ടി കാണാം. കംപ്ലീറ്റ് എന്റർടൈനറാണ്. അപ്പോൾ കൊള്ളാം. പടത്തിന്റെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ പ്രെഡിക്റ്റബിൾ ആണ്, പക്ഷേ പടം ഫുള്ളി എലിവേറ്റഡ് ആവുന്ന സെക്കൻഡ് ഹാഫ് തൊട്ടാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് ആ രാജ്ബി ഷെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ വില്ലനിസം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, പുള്ളി കാണാൻ ഇച്ചിരി ഉള്ളെങ്കിലും പുള്ളി ആ സ്ക്രീനിലോട്ട് വന്നു നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ്, പിന്നെ സ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് വെച്ചിരിക്കുന്ന ആ ടെയിൽ എൻഡിലെ സസ്പെൻസ്, ഒരു രക്ഷയില്ല മാൻ. വെയിറ്റിംഗ്, ഒന്നും പറയില്ല, കിട്ടില്ല. മമ്മൂട്ടി പിന്നെ പറയേണ്ട കാര്യമില്ല, ഈ പ്രായത്തിൽ എന്നാ കാണിച്ചു വെച്ചിരിക്കുന്നത്, പൊളി. എനിക്ക് ആ സെക്കൻഡ് ഹാഫിലാണ് പടം ഇഷ്ടപ്പെട്ടത്. സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ പ്രെഡിക്റ്റബിൾ ആണ്, കണ്ടിരിക്കാം. പക്ഷെ എന്നാലും പടം പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. ഇതൊരു OTT-ൽ വന്നിട്ട് ആ ഒരു അത്രത്തോളം കിട്ടത്തില്ല. ഒരു ഡോൾബി അറ്റ്മോസിൽ 4K സ്ക്രീനിൽ പോയി കാണുക. നല്ല ഫിലിമാണ്. അതിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല ആക്ഷൻ സീക്വൻസ് ആണ്, എന്റർടൈനിങ് ആണ്, ഒരു മിനിറ്റ് പോലും ബോറടിക്കത്തില്ല. അതെ, നല്ല ഫിലിമാണ്, വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു വൈശാഖിന്റെ പക്ക മേക്കിംഗ് ഇതിനകത്ത് കാണുന്നുണ്ട്. സൂപ്പർ ഫൈറ്റിംഗ്, ഇംഗ്ലീഷ് ഫിലിം മോഡലാണ്. ബെസ്റ്റ് മമ്മൂട്ടി, ഒരു എന്താ പറയുക, അസ്തമിക്കാത്ത ഒരു സൂപ്പർ സ്റ്റാർ. ആക്ഷൻ അടിപൊളിയാണ്, നല്ല ആക്ഷനാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് നല്ല രീതിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. ടിപ്പിക്കൽ സ്റ്റോറിയാണ്, സ്ഥിരം നമ്മൾ കണ്ടു പഴകിയ സാധനമൊക്കെ തന്നെയാണ്. പക്ഷെ ക്ലൈമാക്സ് മേക്കിംഗ് കാരണം പടം എന്തായാലും കൊളുത്തും പടം. അടിപൊളി ആക്ഷൻ പടം. ആക്ഷൻ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മുട്ടൻ ആക്ഷൻ. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് അബോ ആവറേജ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ആ ഫസ്റ്റ് ഹാഫിനെ കടത്തി വിടുന്ന പരിപാടി. ഇക്കടെ പെർഫോമൻസ് അടിപൊളിയല്ലേ, സൂപ്പർ, നന്നായിട്ട് ആക്ഷൻ. നല്ല പടമായിരുന്നു. ആക്ഷൻസ്, മമ്മൂട്ടിയുടെ ആക്ഷൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ല സിനിമയാ. സിനിമ എങ്ങനെയുണ്ടെന്ന് ടർബോ കൊള്ളാമോ? സൂപ്പർ, നല്ല പടം, സൂപ്പർ പടം. ഫൈറ്റ് അടിപൊളിയായിരുന്നു. ആ അടിപൊളിയായിരുന്നു ശരിക്കും. വില്ലനും അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കൺഫേംഡ് ആണ് പടം. മിക്കവാറും ലോകേഷിന്റെ ഒരു സംഭവം വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ? സെക്കൻഡ് ഉണ്ടാവുന്ന ഉറപ്പില്ല. എനിക്ക് തോന്നുന്നു LC ആയിട്ട് കണക്ട് ചെയ്തേക്കണം, ചിലപ്പോൾ വരാൻ ചാൻസ് ഇല്ല. നല്ല പടം, കിടിലം പടം. ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കിടിലം, പൊളി, അടിപൊളി. രോമം താന്നിട്ടില്ല. സൂപ്പർ പടം. ഫൈറ്റാണ് ഇഷ്ടപ്പെട്ട മൂവിയിൽ. സൂപ്പർ ഫൈറ്റ്.